Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ഉണർത്തി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ ദിവ്യസ്മരണ പുതുക്കി ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ നാടെങ്ങും വരവേറ്റത് ആഘോഷത്തോടെ. ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന നിലയിലേക്ക് രാമന്തളി പഞ്ചായത്തിൽ കുരങ്ങന്മാരുടെ ചെയ്തികൾ. വാനരശല്യം കാരണം കുടിയൊഴിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിൽ പ്രദേശവാസികൾ. സുശീല ടീച്ചറുടെ സ്നേഹത്തണലിൽ നിർമ്മലയ്ക്ക് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം പൂവണിഞ്ഞു. കുണ്ടയം കൂവൽ താഴേക്കുറുന്തിലെ പി സുശീല ടീച്ചർ തന്റെ പേരിലുള്ള 4 സെന്റ് സ്ഥലവും വീടും സൗജന്യമായി നൽകിയത് സ്വന്തമായ വീടില്ലാത്ത നിർമ്മലയ്ക്ക്. ടി.ഐ. മധുസൂദനൻ MLA രജിസ്റ്റർ ചെയ്ത രേഖകൾ കൈമാറി. കുണ്ടയം കൂവൽ സഹൃദയുടെ നാടകോത്സവത്തോടനുബന്ധിച്ച് മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച ഉമ്മാച്ചു അരങ്ങിലെത്തി. ഉറൂബിന്റെ കൃതിയുടെ നാടകഭാഷ്യം നെഞ്ചോട് ചേർത്ത് കുണ്ടയം കൂവലിലെ ജനത. കാലം കഴിയുന്തോറും ഉമ്മാച്ചുവിന് പ്രേക്ഷകർ ഏറുന്നു. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ഉണർത്തി ലോകം ക്രിസ്തുമസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ ദിവ്യസ്മരണ പുതുക്കി ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്തുമസിനെ ആഘോഷത്തോടെയാണ് നാടെങ്ങും വരവേറ്റത്. മിന്നും മിന്നും താരങ്ങൾ തെന്നി തെന്നി പോകുമ്പോൾ വെള്ളയൊരു കഥ പറഞ്ഞു. കാലം പറഞ്ഞു, കഥ വചനം പറഞ്ഞു, സത്യമിന്നല്ലോ മണ്ണിന്റെ സൂര്യനം. മിന്നും മിന്നും താരങ്ങൾ തെന്നി തെന്നി പോകുമ്പോൾ വെള്ളയൊരു കഥ പറഞ്ഞു. കാലം പറഞ്ഞു, കഥ വചനം പറഞ്ഞു, സത്യമിന്നല്ലോ മണ്ണിന്റെ സൂര്യനം. യുദ്ധകലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് ലോകത്തിന്റെ നാനാകോണിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കുന്നത്. തിരുപ്പിറവിയുടെ സൂചകങ്ങളായ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ദിവസങ്ങൾക്കു മുൻപേ വീടുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ചൊവ്വാഴ്ച രാത്രിയോടെ സമ്മാനങ്ങളുമായി കരോൾ സംഘങ്ങളും വീടുകളിലേക്കും മറ്റും എത്തിത്തുടങ്ങി. ദേവാലയങ്ങളെയും വീഥികളെയും ഭവനങ്ങളെയും ദീപങ്ങളാലും നക്ഷത്രവിളക്കുകളാലും അലങ്കരിച്ചാണ് വിശ്വാസികൾ ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയെ വരവേറ്റത്. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആദ്യമേ തന്നെ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം ഏറ്റവും സന്തോഷത്തോടെ നേരുകയാണ്. പ്രത്യേകിച്ച് പയ്യന്നൂർ ദേശവാസികൾക്ക് എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സഹർഷം സന്തോഷപൂർവ്വം ഏറ്റവും ഹൃദ്യമായിട്ട് നേരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഭൂമിയിലെ എല്ലാവർക്കും സമാധാനം നൽകുവാനായി അവൻ നമ്മളോടൊപ്പമായിരുന്നു. നമ്മിൽ ഒരുവനായി നമ്മെപ്പോലെ ജീവിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ അവൻ്റെ ജനനം സകല ദേശങ്ങളിലും സകല ജനതകൾക്കും സന്തോഷവും അതുപോലെ തന്നെ കൃപയും നൽകുന്ന ഒരു വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് ലോകമെമ്പാടും ഈശോയുടെ ജനനത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ആഘോഷിക്കുന്നു. അതുപോലെ ഈ ജനനത്തിൽ ക്രിസ്മസ് പാപ്പയുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, അതുപോലെ ക്രിസ്മസ് ദിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ മനുഷ്യർക്ക് എപ്പോഴും സന്തോഷവും ആനന്ദവും നൽകുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും, ദേശവാസികൾ എല്ലാവർക്കും നല്ലൊരു പുത്തൻ പ്രതീക്ഷകളുടെ ഒരു ന്യൂ ഇയർ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.
ദേവാലയങ്ങളിൽ ഇന്നലെ രാത്രി നടന്ന തിരുപ്പിറവി ആഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പാതിരാ കുർബാനയ്ക്ക് പുരോഹിതർ നേതൃത്വം നൽകി. പരസ്പരം സ്നേഹാശംസകൾ നേർന്നാണ് വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റത്. കരോൾ ഗാന മത്സരങ്ങൾ, പുൽക്കൂട് മത്സരങ്ങൾ എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. എളിമയുടെ സന്ദേശം ലോകത്തിന് മുന്നിൽ നൽകിയ ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും. തൃക്കരിപ്പൂരിൽ ക്രിസ്തുമസ് ആഘോഷഭാഗമായി പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഉണ്ണിയേശുവിനെ ആരാധിക്കാനെത്തിയ രാജാക്കന്മാരുടെയും ആട്ടിടയന്മാരുടെയും രൂപങ്ങളൊരുക്കിയ പുൽക്കൂടും വർണ്ണനക്ഷത്രങ്ങളും ആഹ്ലാദം നൽകുന്ന അന്തരീക്ഷത്തിൽ വിവിധ പള്ളികളിൽ പാതിരാ കുർബാന നടന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഒരുപക്ഷെ നമ്മുടെ പുൽക്കൂട് നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ഒരു തെറ്റായ കാര്യം ഇതാണ്, ഏതോ ഒരു മരമുകളിൽ കാലിത്തൊഴുത്തിൽ അങ്ങനെ യേശുവിന് ജന്മം കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേക്ക് മുറിക്കലും കരോൾ ഗാനാലാപനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന നിലയിലാണ് രാമന്തളി പഞ്ചായത്തിൽ കുരങ്ങന്മാരുടെ ചെയ്തികൾ. വാനരശല്യം കാരണം കുടിയൊഴിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികളും. കാണാം രാമന്തളിയിലെ വാനര വിക്രിയകൾ. രാമന്തളിയിൽ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് കുരങ്ങ് ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് കുരങ്ങ് ശല്യം ഉണ്ടാകുമ്പോൾ കൃഷി നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ KCB ജീവനക്കാർക്ക് പോലും വലിയ വെല്ലുവിളിയാണ് ഈ കുരങ്ങന്മാർ ഉണ്ടാക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സർവീസ് വയറിലൊക്കെ കുരങ്ങന്മാർ നടന്ന് അത് പൊട്ടിക്കുക, എല്ലാ ദിവസവും ഇത്തരം ആവശ്യങ്ങൾ പറഞ്ഞ് ആളുകൾ ഇവരെ ബന്ധപ്പെടുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയും ഒരു ജനജീവിതം എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാക്കാമോ അങ്ങനെയൊക്കെ ഈ വാനരപ്പട ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണണം, എന്തൊക്കെയാണ് അവരുടെ ഒരു പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഈ സന്ധ്യാനേരത്താണ് ഫോൺ കോൾ വരല്, വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ശരിയാക്കാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ കുരങ്ങൻ ഈ WP അതായത് വീട്ടിലേക്ക് കൊടുത്ത വയറിൻ്റെ മേലെ കൂടെ ഒരു 4 or 5 ചിലപ്പോൾ 10 കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റിന് മേലെ കയറാൻ പറ്റാത്ത അവസ്ഥ. ഈ നമ്മൾ ഒരു കുരങ്ങല്ലാണെങ്കിൽ നമ്മൾ പായിപ്പിക്കാൻ വേണമെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞാലും അങ്ങ് പോകും. ചില കുറേ കുരങ്ങളുള്ള നമുക്ക് തന്നെ പേടിയാണ്. അങ്ങനെയുള്ള അവസ്ഥ ഈ വയറിൻ്റെ മേലെ ഒരു വീടിൻ്റെ മേലെ നിന്ന് വയറിൻ്റെ മേലെ കൂടെ ഈ ഊഞ്ഞാലാടുന്ന അവസ്ഥ. അതുകൊണ്ട് കുരങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ശല്യം തന്നെയാണ്. ഈ KCBക്കാർക്ക് ഇങ്ങനെ ശല്യം ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടുത്തെ പൊതുജനങ്ങളുടെ കാര്യം പറയേ വേണ്ട. WP വയറിൻ്റെ മേലെല്ലാം പോയി അത് പൊട്ടിക്കലാന്ന്. ന്യൂട്രോ ഫേസ് ആയിട്ട് ഏതെങ്കിലും ഒരു വയറ് പൊട്ടിക്കും. ഇന്നലെ അതേ അവസ്ഥ ഉണ്ടായിന് പീക്ക് സമയത്ത്. എന്നിട്ട് അത് നമ്മൾ പോയിട്ട് ജോയിന്റ് ചെയ്തതിന്. രാമന്തളിയിലെ കുരങ്ങ് ശല്യം പ്രദേശവാസികളെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ഇവിടെ ഉണ്ണിയേട്ടനും ദാമോദരേട്ടനും ശശിയേട്ടനും ഒക്കെ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കുരങ്ങന്മാരുടെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ്? ബുദ്ധിമുട്ട് വെച്ചാൽ അതിഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു നമ്മളെന്താ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ അതുപോലെ തെങ്ങിന് തേങ്ങ ഒന്നും വെച്ചേക്കുന്നില്ല. അത് ഇളനീരാകുമ്പോൾ തന്നെ അവർ എടുത്തിട്ട് പോകും. ഒരു ചവരനെ കടിച്ച് പറിച്ചിട്ട് അവരിതാകും. പിന്നെ വീട്ടിലുള്ള ശല്യങ്ങൾ, എല്ലാം വീട് ഓട് വെച്ച വീടാണ്. ഈ ഓട് എപ്പം പൊളിക്കുക, അപ്പോൾ നമ്മൾ അത് മാറ്റി ഇടുക. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ, ഒന്നും പറയണ്ട. ഉറക്കിനെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ. അപ്പുറം അപ്പം നേവി വന്നേ പിന്നെ ഇങ്ങോട്ട് ആ കാട്ടിലൊരു കാടെല്ലാം വിസിറ്റ് വീടായി. അപ്പൊ ഇങ്ങോട്ട് വന്നു. കിട്ടുന്നില്ല. എന്തെങ്കിലും കപ്പക്ക പുളി അകത്ത് കയറൂല. പെണ്ണുങ്ങളെ പഠിപ്പിക്കും. കുട്ടികളെല്ലാം പേടി തന്നെ.
പണ്ട് ഈ കാവിന്റെ ഈ പ്രമാഞ്ചേരി കാവിന്റെ അടുത്തുണ്ടായിരുന്നു പണ്ട് 10-40 കൊല്ലം മുമ്പട്ടെ. അതിനെ പ്രദേശത്ത് വേറെ എവിടെയും പോലില്ല, കുറവാണ്. ആ കാട്ടിനുള്ള കൂടും അവിടെ എന്തെങ്കിലും പിന്നെ പഴവർഗ്ഗങ്ങളുണ്ടല്ലോ അതൊന്നും അവിടെ കൂടും. ഇന്നാന്നിപ്പം വളരെ രൂക്ഷമായിട്ടില്ല ഇങ്ങനെയുള്ളൊരു സംഭവം. ഒന്നൊന്നുമില്ല, ഒരു വെച്ചിരുന്നു. അത് വലിയ വിജയത്തിലെത്തില്ലാന്ന് തോന്നുന്നു. അത് വലിയ വലിയ ബുദ്ധിമുട്ടാണ്. അതിനപ്പുറം ഒന്നും പറയാനില്ല, വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയാണ്, സംഭവം ഓക്കെ തന്നെ. പക്ഷെ നമ്മളെന്താ ചെയ്യാന്നില്ല ഒരു ഇതാണ്. കുരങ്ങെന്ന് പറഞ്ഞാൽ അവർക്കും ജീവിക്കണം, ശരി തന്നെ. പക്ഷെ അവരെ നശിപ്പിക്കാത്ത രീതിയിലൊരു നല്ലൊരു അതാ നമുക്ക് ആലോചിക്കാം. അതെ അതന്നെ നമ്മൾ അതെ മുന്നോട്ട് പോകും. അതെ തീർച്ചയായും പോകും, അതിലൊരു സംശയമില്ല. നമുക്കിപ്പം കൂടുതൽ ആളുകൾ ശരിയാന്ന്. ചേട്ടന്റെ പേരെങ്ങനെ? സുധാകരൻ. എങ്ങനെയുണ്ട് കുരങ്ങ് ശല്യം? കുരങ്ങ് ശല്യം വെച്ചാൽ കപ്പക്കില്ല, അത് പോയി. കഴുങ്ങ് നട്ടിന് അതിന്റെ കംപ്ലീറ്റ് അടിച്ചു തകർത്തു, ഷീറ്റ് കെട്ടി അത് പൊരിഞ്ഞു. റോബസ്റ്റ് വാഴയുണ്ടായിന്, അതിന് നെറ്റ് ഇട്ടിട്ട് കംപ്ലീറ്റ് കടിച്ചു തന്നിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. മോൻ കാണാറുണ്ടോ? കുരങ്ങനെ കാണാറുണ്ടോ? പേടിയുണ്ടോ കുരങ്ങന? പേടിയുണ്ട്, ഇവനെടുത്തോണ്ടോ കുഞ്ഞോനെടുത്തോണ്ടോന്ന് തോന്നുന്നുണ്ടോ? മോന്റെ പേരെന്താ? ദയാൽ. അപ്പോൾ ഈ രാമന്തളിക്കാരുടെ അല്ലെങ്കിൽ ഏഴിമലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ഇവരുടെ മനസ്സിലൊരു നന്മ നമ്മൾ കണ്ടു. കാരണം കുരങ്ങന്മാർ നമ്മൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, നിത്യജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അവരെ ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള കാര്യങ്ങൾ അധികൃതർ ചെയ്ത് നൽകണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും അധികൃതർ ചെയ്ത് നൽകുമെന്ന് തന്നെ വിശ്വസിക്കാം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. സുശീല ടീച്ചറുടെ സ്നേഹത്തണലിൽ നിർമ്മലയ്ക്ക് സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം പൂവണിഞ്ഞു. TI മധുസൂദനൻ MLA രജിസ്റ്റർ ചെയ്ത രേഖകൾ കൈമാറി. കുണ്ടയംകോവിൽ താഴെക്കുറുന്തിലെ സാമൂഹ്യ പ്രവർത്തകയും താഴെക്കുറുന്ത് വനിതാ ലൈബ്രറി സെക്രട്ടറിയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ P. സുശീല ടീച്ചറാണ് തന്റെ പേരിലുള്ള 4 സെന്റ് സ്ഥലവും വീടും സ്വന്തമായി വീടില്ലാത്ത നിർമ്മലയ്ക്ക് സൗജന്യമായി നൽകിയത്. നീലേശ്വരം സ്വദേശിനിയായ നിർമ്മല വിവാഹിതയായ ശേഷമാണ് കുണ്ടയംകോവിലിൽ ഹോട്ടൽ തൊഴിലാളിയായ ഭർത്താവ് പ്രദീപനോടൊപ്പം താമസമാക്കിയത്. കുറച്ചുകാലമായി നിർമ്മല ഇതേ വീട്ടിൽ തന്നെയായിരുന്നു താമസം. സ്വന്തമായി വീട് എന്ന നിർമ്മലയുടെ സ്വപ്നമാണ് സുശീല ടീച്ചറുടെ സ്നേഹവായ്പിൽ പൂവണിഞ്ഞത്. അയൽവാസികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പെൻഷനർമാരുടെയും നിറസാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ സ്ഥലവും വീടും രജിസ്റ്റർ ചെയ്ത രേഖകൾ നിർമ്മലയ്ക്ക് കൈമാറി. നല്ലൊരു വീട്, നല്ല സൗകര്യമുണ്ട്. ആ വീട് കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സെന്ന് പറയുന്നതിലെ നമ്മൾ പകർത്തേണ്ട ഒരു മാതൃകയാണ് ഇങ്ങനൊരു കൂടിച്ചേരലിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല, സാധിക്കാത്തതൊരു കുറവുമല്ല. പക്ഷേ ലോകത്തിലെ പലർക്കും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒരു മാതൃകയായി അവരുടെ മുമ്പിൽ ചെറിയൊരു അവസരം കിട്ടുമ്പോൾ എനിക്കെന്തേ അത് ചെയ്തുകൂടെ എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാക്കുന്നതിന് ഇത്തരമൊരു ഇങ്ങനൊരു ആളറിഞ്ഞിങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, KSSPU സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ, CPIM ലോക്കൽ സെക്രട്ടറി P രാധാകൃഷ്ണൻ, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മിനി, വാർഡ് മെമ്പർ C രമേശൻ, അഡ്വക്കേറ്റ് M രമേശൻ, നിർമ്മല തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുണ്ടയംകോവൽ സഹൃദയുടെ നാടകോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. കുണ്ടയംകോവൽ സഹൃദയ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 10ാമത് ഭരത് മുരളി നാടകോത്സവത്തോടനുബന്ധിച്ച് 2ാം ദിവസം സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. നാടകത്തിന് മുന്നോടിയായി നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇടയിലുള്ള ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ, നമ്മുടെ ഇടയിലുള്ള ഒരു പരസ്പര സ്നേഹം വളർത്തിയെടുക്കാൻ, നമ്മുടെ ഇടയിലുള്ള നന്മ വളർത്തിയെടുക്കാൻ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ നാടകോത്സവത്തിന് സാധിക്കും. കലകൾ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ നന്മയിലേക്ക് ഉയർത്തുന്നതാണ്. അതിന് സാംസ്കാരികമായ ഔന്നിത്യം നൽകുന്നതാണ് കലകൾ എന്ന് നമുക്കറിയാം. ആ സാംസ്കാരികമായ ഔന്നിത്യം ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ നാടക പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹൃദയയുടെ പ്രവർത്തനം
ചടങ്ങിൽ KV വിജയൻ അധ്യക്ഷനായി. യൂസഫ് MTP, ജീവൻ കണ്ണൂർ, അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച ഉമ്മാച്ചു അരങ്ങിലെത്തിയപ്പോൾ കുണ്ടയം കോവലിലെ ജനത അത് നെഞ്ചോട് ചേർത്തു. ഉറൂബിന്റെ ഉമ്മാച്ചുവിനെ കാലം കഴിയുന്തോറും പ്രേക്ഷകർ ഏറുകയാണ്. മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച ഉമ്മാച്ചു അരങ്ങിലെത്തിയപ്പോൾ കുണ്ടയംകോവലിലെ ജനത അത് നെഞ്ചോട് ചേർത്തു. ഉറൂബിന്റെ ഉമ്മാച്ചുവിന് കാലം കഴിയുന്തോറും പ്രേക്ഷകർ ഏറുക തന്നെയാണ്. ഉമ്മാച്ചുവും മായനും ബീരാനുമെല്ലാം മുന്നിലെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് നവ്യാനുഭവം പകർന്നു. ഷീലയും മധുവും നെല്ലിക്കോട് ഭാസ്കരനും അബ്രപാളിയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് അരങ്ങിലും ഇന്നും സാധ്യത വർദ്ധിക്കുക തന്നെയാണ്. സിനിമയിലെ ഗാനങ്ങൾ പോലെ നാടകത്തിലെയും ഗാനങ്ങൾ മനോഹരമായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHC വിഭാഗം NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിൽ വളണ്ടിയേഴ്സ് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഗിഫ്റ്റ് ഫോർ ഗിഫ്റ്റഡ് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ 100ഓളം പേർ പങ്കെടുത്തു. പയ്യന്നൂർ BRCയുടെ കീഴിലുള്ള സ്കൂളുകളിലെ 30ഓളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. NSS യൂണിറ്റിന്റെ സുഹൃതം പ്രൊജക്ടിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ കുട്ടികളും രക്ഷിതാക്കളുമായി 100ഓളം പേർ പങ്കെടുത്തു. സ്കൂൾ PTA പ്രസിഡന്റ് M ചന്ദ്രൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികൾക്കായി വിവിധ കളികൾ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ചടങ്ങിൽ 16 വർഷത്തോളമായി ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ജീവിക്കുന്ന രമയെ ആദരിച്ചു. പയ്യന്നൂർ BPC പ്രകാശൻ KC, സെൻട്രൽ UP സ്കൂൾ PTA പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ ബിന്ദു CK, സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാരായ സിന്ധു, ഉമേഷ്, NSS പ്രോഗ്രാം ഓഫീസർ നിഷ PP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വിരാമമാകുമ്പോൾ പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അപ്പോഴും കേക്ക് വിപണികൾ സജീവമായിരിക്കും. വിവിധ രുചിയിലും നിറത്തിലും എണ്ണിയാലൊടുങ്ങാത്ത അത്രയും കേക്കുകളാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്നത്. കാണാം കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയിലെ കേക്ക് വിശേഷങ്ങൾ. രുചികളുടെയും ഭക്ഷണത്തിന്റെയും കൂടി ആഘോഷമാണല്ലോ ക്രിസ്മസ്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നു തന്നെയാണ് കേക്ക്. അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം കേക്ക് രുചിച്ചില്ല എങ്കിൽ ക്രിസ്മസ് ആഘോഷം അപൂർണമാവും. വിവിധ നിറത്തിലും രുചിയിലും എണ്ണിയാലൊടുങ്ങാത്ത അത്രയും കേക്കുകൾ വിപണിയിൽ ലഭ്യമാണ് താനും. അതിൽ ഏറെ രുചികരമാണ് കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയിലെ കുൽഫി കേക്ക്. കുൽഫി കേക്ക് മൃദുവും അവിശ്വസനീയമാം വിധം രുചികരവുമാണ്. പിസ്ത സ്പോഞ്ചാണ് കേക്കിനായി ഉപയോഗിക്കുന്നത്. പിന്നീട് അത് സുഗന്ധമുള്ള പാലിൽ കുതിർത്തെടുക്കും. അത് കേക്കിന് പ്രത്യേക രുചിയും മണവും നൽകാൻ സഹായകരമാകുന്നു. മധുരമുള്ള ക്രീം ഉപയോഗിച്ച് കേക്ക് പൂർത്തിയാക്കി വറുത്ത പിസ്തയും റോസ് ഇതളുകളും കൊണ്ട് അലങ്കരിക്കുന്നു. ചൂടുള്ള സമയങ്ങളിൽ കഴിക്കുമ്പോൾ ഏറ്റവും ഉന്മേഷദായകമായ കേക്കുകളിൽ ഒന്നാണ് കുൽഫി കേക്ക് എന്നാണ് കഴിക്കുന്നവരുടെ അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
നാടക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന AD ഫിസോ ത്രിദിന നാടക ശില്പശാല പയ്യന്നൂർ കാന യമുന തീരം റിസോർട്ടിൽ നടക്കുന്നു. 3 ദിവസത്തെ ക്യാമ്പ് നയിക്കുന്നത് ക്യാമ്പ് ലീഡറും നാടക് സംസ്ഥാന സെക്രട്ടറിയുമായ ജെ ശൈലജയാണ്. നാടക് കണ്ണൂർ ജില്ലാ ട്രഷററും മുതിർന്ന നാടക അംഗവുമായ VP രാജൻ ദീപം കൊളുത്തിക്കൊണ്ടാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. പ്രകാശൻ ചെങ്ങൽ, TT വേണുഗോപാലൻ, വിനോദ് നരോത്ത് എന്നിവർ സംബന്ധിച്ചു. 1ാം ദിവസത്തെ ക്ലാസ് നയിച്ചത് പ്രമുഖ തിയേറ്റർ അധ്യാപകനും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഡൽഹി, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത വിജയം നേടിയ TN കുമാർദാസ് ആണ്. ക്യാമ്പ് 26-നാണ് അവസാനിക്കുന്നത്. 2ാം ദിവസത്തെയും 3ാം ദിവസത്തെയും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് അഭീഷ് ശശിധരനും വിനോദ് കുമാറുമാണ്. ക്യാമ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി 32 പേർ പങ്കെടുക്കുന്നുണ്ട്. നാടക് രൂപീകരണം തൊട്ട് നാടക് ഉയർത്തിക്കൊണ്ടുവരുന്ന തിയേറ്റർ വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്കുള്ള കാൽവയ്പായാണ് എഡിഫിസോ തിയേറ്റർ ക്യാമ്പ് മാറുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അന്നൊരു ചെറിയൊരു പഴുപ്പാണ്ടായി. ഞാൻ അതിനെക്കാട്ടി എത്ര വലിയ കാൽവേദന ഒന്നും ഞാൻ നിങ്ങളുടെ നാടകം കഴിച്ചിട്ടുണ്ട്. അന്നേരമൊന്നും എന്നാ നിങ്ങൾക്ക് ചോദിച്ചൂടെ പോയി നിനക്ക് ആവോ? പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം വിശ്വശാന്തി ഭവൻ പയ്യന്നൂരിന്റെ 33-ാം വാർഷികവും ദേശീയ കർഷക ദിനാചരണവും നടന്നു. പരിപാടി മൗണ്ട് അബു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വിംഗ് വൈസ് ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മേഖലയിൽ സുസ്ഥിര കൃഷിരീതിയിൽ മുന്നേറ്റം നടത്തിയ 80ഓളം കർഷകരെ ആദരിച്ചു. ബ്രഹ്മകുമാരീസിന്റെ സമഗ്ര ഗ്രാമീണ വികസനവും പാരിസ്ഥിതിക സുസ്ഥിരതയും എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി യോഗിക് കൃഷിരീതിയിലുള്ള ക്ലാസ് കർഷകർക്കായി നടന്നു. വിശേഷമായിട്ട് കിസാൻ സമ്മാൻ ദിവസ് എന്നാണ് ഡിസംബർ 23-ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ വെച്ച് നിങ്ങളെല്ലാവരും ആദരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ഡോക്ടർ T വനജ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരീസിന്റെ 33-ാം വാർഷികാഘോഷവും അതുപോലെ കർഷക ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മേഖലയിൽ സുസ്ഥിര കൃഷിരീതിയിൽ മുന്നേറ്റം നടത്തിയ 80ഓളം കർഷകരെ ആദരിക്കൽ ചടങ്ങുമാണ് നടന്നത്. കൃത്യമായ രീതിയിൽ കൃഷിരീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ ഈ കർഷക ദിനത്തിൽ ആചരിക്കുന്നതോടൊപ്പം ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള കർഷകർക്ക് നൽകേണ്ടുന്ന സമൂഹത്തിൽ നൽകേണ്ടുന്ന മാന്യത എത്രത്തോളമാണ് എന്ന് എടുത്തു പറയുന്നത് പോലെ ആയി ഈ ചടങ്ങ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ യോഗം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ജനറൽ ബോഡി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിർവഹണ ഉദ്യോഗസ്ഥർ, സ്ഥാപന പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തകർ പദ്ധതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുരേഷ് ബാബു വാർഷിക വിഹിതത്തെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് വിവിധ ഗ്രൂപ്പുകളായി ചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്യുകയും യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് K പത്മിനി, പഞ്ചായത്ത് സെക്രട്ടറി DN പ്രമോദ്, ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ K ഗോവിന്ദൻ, കില പ്രതിനിധി അശ്വതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ.
ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഫ്ലൈയുടെ 3 ദിവസത്തെ സഹവാസ ക്യാമ്പിന് പുറച്ചേരി കേശവ തീരത്ത് തുടക്കമായി. ക്യാമ്പിന്റെ ഭാഗമായി ആദ്യ ദിനത്തിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികൾ നടന്നു. ആടിയും പാടിയും സൗഹൃദങ്ങൾ പുതുക്കിയും ഫ്ലൈ അംഗങ്ങൾ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഒത്തുചേർന്നു. സൗഹൃദ കൂട്ടായ്മയിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നായി 95ഓളം പേർ പങ്കെടുത്തു. വിളംബര ഘോഷയാത്ര, നൃത്തപരിപാടി, ഫ്ലൈ മ്യൂസിക് ടീമിന്റെ ഗാനമേള, ഫ്ലൈ അംഗങ്ങളുടെ രചനകൾ ഉൾപ്പെടുത്തിയ മാഗസീന്റെ പ്രകാശനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയാണ് 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നത്. ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കർഷക സംഘം കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ കരിയുഴിയിൽ വാഴ കൃഷി ആരംഭിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പത്മിനി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ കരിങ്കുഴിയിൽ വാഴകൃഷി ആരംഭിച്ചു. വാഴഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി നടത്തുന്നത്. 1000ഓളം വാഴകൾ 3 ഇടങ്ങളിലായി കൃഷി ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലത്തിനെ തരിശുരഹിത ഭൂമിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാവുക കൂടിയാണ് ലക്ഷ്യം. കുല മാത്രമല്ല, ഇലയും കാമ്പും കൂടി വിപണിയിലെത്തിക്കുക എന്നതും ലക്ഷ്യമിടുന്നുണ്ട്. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പത്മിനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള കൃഷി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായി വന്നിട്ടുള്ള ഈ കൃഷി നടത്തുന്ന ഇവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, തരിശുരഹിത സംസ്ഥാനമായി മാറ്റുന്നതിൻ്റെ മുന്നോടിയായി കേരള സംസ്ഥാനത്തിൽ തന്നെ 140 നിയോജക മണ്ഡലത്തിലെ നമ്മുടെ മണ്ഡലമാണ് തരിശുരഹിത മണ്ഡലമായി സംസ്ഥാനത്ത് തന്നെ തെരഞ്ഞെടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചടങ്ങിൽ മൂലച്ചേരി നാരായണൻ അധ്യക്ഷനായി. കെ വി സുരേഷ് ബാബു, എൻ കെ ഗംഗാധരൻ മാസ്റ്റർ, കെ എം മുരളീധരൻ മാസ്റ്റർ, കെ കുഞ്ഞികൃഷ്ണൻ, വി എൻ ശശികുമാർ, കെ നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം തെക്കുംപാട് അരയമ്പത്ത് കളരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കുഞ്ഞിമംഗലം വീരചാമുണ്ഡി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. മംഗളകരമായിട്ട് ചിരപുരാതനമായ കുഞ്ഞിമംഗലം തെക്കുംപാട് അരയമ്പത്ത് കളരി ദേവസ്ഥാനത്ത് 3 ആണ്ടിലൊരിക്കൽ നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കുഞ്ഞിമംഗലം വീരചാമുണ്ഡി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് നടന്നത്.
കൊണ്ടുവന്ന ദീപം ദേവസ്ഥാനത്ത് തെളിയിച്ചു. സ്ഥല സാന്നിധ്യം കൊണ്ടും മന്ത്രമൂർത്തി സാന്നിധ്യം കൊണ്ടും ചൈതന്യവത്താണ് അരയമ്പത്ത് കളരി ദേവസ്ഥാനം. ഒന്നുകുറെ 40 ദൈവങ്ങളുടെ ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദേവസ്ഥാനം കൂടിയാണ് അരയമ്പത്ത് കളരി. 2 ദിനങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഡിസംബർ 26 രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ആറാടിക്കലോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമാകും. കളിയാട്ട മഹോത്സവം നെറ്റ്വർക്ക് ചാനലിൽ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച് 4 മാസമായി ചികിത്സയിൽ കഴിയുന്ന പിലാത്തറ CM നഗറിലെ സിന്ധു ഷാജിയുടെ ചികിത്സാ സഹായാർത്ഥം പാട്ടുവണ്ടി പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. പിലാത്തറ വ്യാകുലമാത ഫെറോന പള്ളി വികാരി ഫാദർ പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കടുത്ത വൈറസ് ബാധയെ തുടർന്ന് ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച് കഴിഞ്ഞ 4 മാസമായി ചികിത്സയിലുള്ള പിലാത്തറ CM നഗറിലെ സിന്ധു ഷാജിയുടെ ചികിത്സാ സഹായ സ്വരൂപണാർത്ഥം പാട്ടുവണ്ടിയുമായി വസന്ത കൊടക്കാടും കൂട്ടുകാരും 10 ദിവസം നീളുന്ന സംഗീത പരിപാടി പിലാത്തറ വ്യാകുലമാത ഫെറോന പള്ളി വികാരി ഫാദർ പ്രിൻസ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്തു. മഴവിൽ മ്യൂസിക്കിന്റെ ബാനറിൽ ഹോപ്പിനു വേണ്ടി നടത്തുന്ന 6ാമത്തെ പ്രോഗ്രാമാണിതെന്നും സമൂഹത്തിന് മാതൃകയാവുന്ന ഈ പ്രവൃത്തി ഏവരും ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്നും ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ പറഞ്ഞു. ഹോപ്പ് നാഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശശിധരൻ നമ്പ്യാർ ആശംസകൾ അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാഘവപുരം സഭായോഗം വാർഷിക സഭയ്ക്ക് പ്രൗഢോജ്വല തുടക്കം. രാഘവപുരം സഭായോഗത്തിന്റെ 1231 വാർഷിക സഭയ്ക്കും മഹാവേദ ഭജനത്തിനും ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിൽ തുടക്കമായി. വൈദിക ധർമ്മത്തിലൂടെ സമൂഹ നന്മയ്ക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന ചെറുതാഴം രാഘവപുരം സഭായോഗത്തിന്റെ 1231 വാർഷിക സഭയ്ക്കും മഹാവേദ ഭജനത്തിനും ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിൽ പ്രൗഢോജ്വലമായ തുടക്കം. ഡിസംബർ 29 വരെ നടക്കുന്ന വാർഷിക സഭയ്ക്ക് നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഔപചാരിക ഉദ്ഘാടനവും ദേവസ്വം സമ്മേളനവും കുഞ്ഞിമാധവൻ കനകത്തിടത്തിന്റെ അധ്യക്ഷതയിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു ജീവിക്കുന്ന സമൂഹത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും ഒന്നിച്ച് നിങ്ങൾ വേദപഠനത്തിൽ ഒന്നിച്ച് തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാൻ. വേദപഠനം ആവശ്യമാണ്, വേദം പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്പൂതിരിമാർ ചെയ്യുന്ന ചില കർമ്മങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിനൊന്നിച്ച് തന്നെ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം, അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലേറ്റവും ഞാനൊരു ജഡ്ജ് എന്ന നിലയിൽ എനിക്ക് എപ്പോഴും പറയാനുള്ളത് ഭരണഘടന തൊട്ട് ഉള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭരണഘടനയാണ് നമ്മുടെ. തുടർന്ന് റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി TJ ഉണ്ണികൃഷ്ണൻ, മുൻ ദേവസ്വം കമ്മീഷണർ M ഹർഷൻ തുടങ്ങിയവർ സെമിനാറുകൾ അവതരിപ്പിച്ചു. H ഗണേഷ്, KC മാനവർമ്മ രാജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ഭജനാമൃതം, അക്ഷരശ്ലോക സദസ്, ഗാനമഞ്ജരി എന്നിവയും അരങ്ങേറി. ഋഗ് സാമവേദങ്ങളുടെ മുറജപം, അരുണ നമസ്കാരം, ഭുവനേശ്വരി പൂജ, ഋഗ്വേദവാരം എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ SC/ST ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ SC/ST ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഗ്രാമസഭ പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. 5-12 തീയതികളിലാണ് മുഴുവൻ 17 വാർഡുകളിലെയും ഗ്രാമസഭ നടക്കുന്നത്. ആ ഗ്രാമസഭ നടന്നതിന് ശേഷം ജനുവരി 19 നമ്മുടെ വികസന സെമിനാർ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ വികസന സെമിനാറോടുകൂടി ഓരോ വിഭാഗങ്ങളിൽ നിന്നും വരുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഈ സെമിനാറിൽ ഒരു കരട് പദ്ധതി നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. MT സബിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PP അംബുജാക്ഷൻ, TV കുഞ്ഞിക്കണ്ണൻ, MV സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ഉണർത്തി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ ദിവ്യസ്മരണ പുതുക്കി ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ നാടെങ്ങും വരവേറ്റത് ആഘോഷത്തോടെ. ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന നിലയിലേക്ക് രാമന്തളി പഞ്ചായത്തിൽ കുരങ്ങന്മാരുടെ ചെയ്തികൾ. വാനരശല്യം കാരണം കുടിയൊഴിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിൽ പ്രദേശവാസികൾ. സുശീല ടീച്ചറുടെ സ്നേഹത്തണലിൽ നിർമ്മലയ്ക്ക് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം പൂവണിഞ്ഞു. കുണ്ടയം കൂവൽ താഴെക്കുറുന്തിലെ പി സുശീല ടീച്ചർ തന്റെ പേരിലുള്ള 4 സെന്റ് സ്ഥലവും വീടും സൗജന്യമായി നൽകിയത് സ്വന്തമായ വീടില്ലാത്ത നിർമ്മലയ്ക്ക്. ടി.ഐ. മധുസൂദനൻ MLA രജിസ്റ്റർ ചെയ്ത രേഖകൾ കൈമാറി. കുണ്ടയം കോവൽ സഹൃദയുടെ നാടകോത്സവത്തോടനുബന്ധിച്ച് മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച ഉമ്മാച്ചു അരങ്ങിലെത്തി. ഉറൂബിന്റെ കൃതിയുടെ നാടകഭാഷ്യം നെഞ്ചോട് ചേർത്ത് കുണ്ടയം കോവലിലെ ജനത. കാലം കഴിയുന്തോറും ഉമ്മാച്ചുവിന് പ്രേക്ഷകർ ഏറുന്നു. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.